ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയാണ്. മാടായിപ്പാറ മഴക്കാലത്ത് എത്ര ബ്യൂട്ടിയാണെന്നുള്ളതാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് വേണമെങ്കിൽ മാടായിപ്പാറയെ പറ്റി പറയാം. പിന്നെ ഈ ഒരു കാഴ്ച അത് നിങ്ങളത് കണ്ടു നോക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് മാടായിപ്പാറയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ചെറിയ മഴയൊക്കെ ഉണ്ട്, അപ്പം ഒരു മഴക്കാലത്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ കാണുന്നതാണ് മാടായിക്കാവ്. ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടത്. നമ്മളിപ്പോൾ മാടായിപ്പാറയിൽ നിന്ന് പോവുകയാണ് മാടായിപ്പാറയിലേക്ക്. മാടായിപ്പാറയിൽ എടുത്ത് പറയുവാണെങ്കിൽ മഴക്കാലത്തും വേനൽക്കാലത്തും രണ്ട് ടൈപ്പ് ബ്യൂട്ടിയാണ് ഇവിടെ ഉള്ളത്. മഴക്കാലത്തും ശരിക്കും ഫുൾ പച്ചപ്പ് നിറഞ്ഞ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനോഹാരിത തന്നെയാണിത്. അതുപോലെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഫുൾ പുല്ലൊക്കെ ഉണങ്ങി വേറൊരു കാഴ്ച തന്നെയാണ്. അപ്പം ശരിക്കും മാടായിപ്പാറ മഴക്കാലത്തും വേനൽക്കാലത്തും രണ്ട് മുഖത്തിലാണ് ഫേസിലാണ് ഉള്ളത്. അപ്പം രണ്ടും ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു നീല പൂവാണ് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത. മഴക്കാലത്ത് ചെറിയൊരു പൂവിടെ ഉണ്ടാവുന്നുണ്ട്. ആ പൂ വളരെ മനോഹരമാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. ഒരു പാരഡൈസ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മാടായിപ്പാറയെ പറ്റും. ഇപ്പം ആ മാടായിപ്പാറയാണ് ഞാൻ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് ഇവിടുത്തെ ജൂതക്കുളം, ഇവിടുത്തെ മാടായിക്കാവ്, അതുപോലെ തന്നെ ഇവിടെ വടമുകുന്ദ ക്ഷേത്രം. അങ്ങനെ 3 മെയിനായിട്ടുള്ള അട്രാക്ഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് കണ്ട ആ ടോപ്പിൽ നിന്ന് കാണുന്ന ആ ഒരു ട്രെയിൻ പോകുന്നൊരു കാഴ്ച വളരെ മനോഹരമാണ്. അപ്പം ഇവിടെ വരുമ്പോൾ എന്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ കണ്ണൂരിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസുകളിൽ മെയിൻ സ്ഥാനത്തുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ മാടായിപ്പാറ. ഒരു കിലോമീറ്റർ കൂടുതൽ ഇങ്ങനെ ഒരു ഏരിയയിൽ ഇങ്ങനെ റോഡിൽ തന്നെ നമുക്ക് വ്യാപിച്ച് കിടക്കുന്നതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമുക്ക് ചെറിയ വഴികൾ വേറെയുണ്ട്. വ്യാപിച്ച് കിടക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ മാടായിപ്പാറ. ചെറിയൊരു ചാറ്റൽ മഴയുള്ള സമയത്ത് തന്നെ നമ്മളോട് വരാൻ ശ്രദ്ധിക്കണം. ആ ഒരു സമയത്ത് ഇതിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പം എന്തുകൊണ്ടും കണ്ണൂർ വരുന്ന ആൾക്കാർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും മാടായിപ്പാറ. ഒരു സ്വിറ്റ്സർലാൻഡിലൊക്കെ ഒരു പോയ ഫീലുണ്ട് നമുക്ക്. ഒരു പശുക്കളൊക്കെ പുല്ല് മേയുന്നതും ആ ദൂരത്ത് പച്ചപ്പ് കാണുന്നതും ഒക്കെ ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി തന്നെയാണ് ശരിക്കും ഈ ഒരു പ്ലേസിലുള്ളത്. ഇതാണ് നമ്മുടെ വടമുകുന്ദ ക്ഷേത്രം. ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം കുളത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കുളമുണ്ട്. അവിടെ ധാരാളം മത്സ്യങ്ങൾ, കുളത്തിൽ ധാരാളം മീനുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൊരു കുളമാണത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ ഈ ഒരു പച്ചപ്പ് തന്നെയാണ്. അത് കാണുന്നതാണ് അമ്പലം. ഇവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു പച്ചപ്പ് തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ. ആ കാണുന്നതാണ് കുളം. നമ്മളിപ്പോൾ ആദ്യം നമുക്ക് കുളത്തിൻ്റെ അവിടെ പോകാം, എന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാൻ പറ്റും. ഈ കുളത്തിൽ നമുക്ക് ധാരാളം മീനുകൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പശുക്കളൊക്കെ ഇതിൻ്റെ ചുറ്റുകൂടെ മേഞ്ഞ് നടക്കുന്നത് നമുക്ക് ഒരു കാഴ്ച, മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു മഴയുള്ളതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ മഴ കുറച്ച് കുറവാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൻ്റെ ചുറ്റും ഉണ്ടാവും. ഇപ്പോൾ മഴയായതുകൊണ്ട് അധികം ആൾക്കാർ ഇവിടെ ഇല്ലാത്തത്. ഈ കുളത്തിൽ വെള്ളം കുറച്ചും ഇങ്ങോട്ട് നമുക്ക് കയറി വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുള്ളൊരു പച്ചപ്പാണ് ഇതിൻ്റെ ചുറ്റും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടി ഉള്ളൊരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ശരിക്കും വന്ന് ഫീൽ ചെയ്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണിത്. വൈകുന്നേരങ്ങളൊക്കെ ആ അമ്പലത്തിലെ പാട്ടും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ധാരാളം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടുകളും ആൽബംസും ഷോർട്ട് ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്ലേസാണ് നമ്മുടെ ഈ ഒരു മാടായിപ്പാറ. അപ്പം
എന്തുകൊണ്ടും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ മാടായിപ്പാറ. അപ്പോൾ എന്തായാലും വേനൽക്കാലത്തും മഴക്കാലത്തും ഇവിടെ രണ്ട് മുഖമുള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും രണ്ട് ടൈമിലും വന്ന് ഇവിടുത്തെ കാഴ്ച എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയ്ക്ക് ഭംഗിയായിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണിത്. പിന്നെ ഇവിടുത്തെ ആ നീല കാക്കപ്പൂ അതൊരു പ്രത്യേക ഭംഗിയാണ്. അത് നമുക്ക് മഴക്കാലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ പുല്ലൊക്കെ ഉണങ്ങിക്കഴിഞ്ഞ് വേനൽക്കാലത്താകുമ്പോഴത്തേക്കും വേറൊരു ഭംഗിയാണ്. ഇപ്പം ഒരു പച്ച കളറാണെങ്കിൽ ഒരു വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഒരു മഞ്ഞ ഷെയ്ഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. അപ്പം എന്തുകൊണ്ടും അത്രയ്ക്കും മനോഹരമായിട്ടൊരു പ്ലേസ് തന്നെയാണിത്.